ഗേയ്സ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നിരുന്ന നമ്മുടെ രേണുസുധിയെ പറ്റിയാണ്. ആ പെൺകുട്ടി ഭർത്താവ് മരിച്ച് ആരും നോക്കാൻ ആളില്ലാതെ ജീവിക്കുന്നൊരു പെൺകുട്ടിയാണ് അവൾ. അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയും. പക്ഷേ അവരുടെ വിഷമങ്ങൾ അറിഞ്ഞ് ഒരാൾ സഹായിക്കാനുണ്ടാവില്ല. കാരണം ഒരാളോട് നമ്മൾ ഒരു 100 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് ഒരാളെ തരും. അത് കൊടുക്കാൻ വഴിയില്ലെങ്കിൽ പിന്നെ ഒരാൾ നമുക്ക് നല്ലൊരു മുഖം ആരും തരില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് രേണുസുധിക്ക് അവൾക്ക് കഴിയുന്ന കാര്യമാണ് അവൾ ചെയ്യുന്നത്. എന്തോ ആയിക്കോട്ടെ, ആരോ ജീവിച്ചോട്ടെ. കാരണം നമുക്ക് അവരെ കാര്യങ്ങൾ നോക്കാൻ കഴിയില്ലല്ലോ. നമുക്കായിരിക്കും അവരെ കാര്യങ്ങൾ നോക്കാനോ അവരെ സാമ്പത്തികമായി സഹായിക്കാനും കഴിയുമോ? ഇല്ല. അപ്പം അവരെങ്ങനെയാണ് ജീവിക്കുക? അമ്മ, അച്ഛൻ, കുട്ടികൾ ഇവരൊക്കെ ജീവിക്കണ്ടിക്കണമെങ്കിൽ പൈസ തന്നെ വേണം. പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പൈസ തന്നെ. സമൂഹത്തിൽ ഭർത്താവില്ലാതെ ആരാണ് പൈസ കൊടുക്കുക? ആ സ്ത്രീയുടെ വിഷമങ്ങൾ വളരെ ദയനീയമാണ്. അത് ആ കുട്ടിക്ക് ആ വരുമാനം കൂടിയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? അതിന് ഒരു പോംവഴി കണ്ട് ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ തലയിടുക. അല്ലാതെ ആരായാലും എനിക്ക് പറയാനുള്ളത് ഒരു റിക്വസ്റ്റായി പറയുക, ആരും ഇതിൽ അവക്കൊരു 10 കോടി നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് പറയുക, രേണു നീ ഒന്നും ചെയ്യണ്ട, നീ സന്തോഷമായി ജീവിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാരയില്ല. വഴിമുട്ടി നിൽക്കുന്നൊരു പെൺകുട്ടിയെ അവളെങ്ങനെ ജീവിക്കും? ഇന്നത്തെ സ്ഥിതി നിങ്ങൾക്കൊക്കെ അറിയുന്നല്ലേ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അവരെങ്ങനെയോ ജീവിച്ചോട്ടെ. അവർക്ക് അറിയുന്ന പോലെ അവർ ജീവിച്ചോട്ടെ. അതിലും ഒരുപാട് നഗ്നയായിട്ടുള്ള കുറേ പെൺകുട്ടികളും എല്ലാം ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. ഒന്നും ആരും പറയുന്നില്ല. രേണുസുധിക്ക് മാത്രം എന്താണ്? അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, എനിക്കൊരു റിക്വസ്റ്റായി ഞാൻ പറയുന്നതാണ് എല്ലാവരോടും, ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ആ പെൺകുട്ടിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ അവളുടെ ജോലി ചെയ്തോട്ടെ. തെറ്റ് പറ്റാത്ത മനുഷ്യനില്ല. തിരുത്താൻ സമയം കൊടുക്കുക. അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കോംപ്രമൈസായി അവൾ ജീവിക്കേണ്ട വഴി അവൾ ജീവിച്ചോട്ടെ. അല്ലാതെ ആ കുട്ടിയുടെ ആ കുടുംബത്തിലെ കഞ്ഞിയിൽ മണ്ണിടലാണ്. വിഷമിക്കുന്നവരുടെ ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷണം കഴിക്കാത്തവരുടെ വിഷമങ്ങൾ അറിയില്ല. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനൊരവസ്ഥ വന്നാൽ നാം എന്തു ചെയ്യും? അത് നാം ആദ്യം ആലോചിക്കും. എന്നിട്ട് മറ്റുള്ളവരെ വിമർശിക്കുക എന്ന് ജസാ വീൽഡ്. എൻ്റെ റിക്വസ്റ്റാണിത്.